നമസ്കാരം. മഹാരാഷ്ട്രയിൽ ഒരു കുടുംബത്തിലെ 4 പേർ അത്താഴ വിരുന്നിനെ തുടർന്ന് മരിച്ച സംഭവം മുംബൈ നഗരത്തെ നടുക്കിയിരിക്കുകയാണ്. പൈതുനി സ്വദേശികളായ അബ്ദുള്ള ഡോക്കാഡിയ, ഭാര്യ നസ്രിൻ ഡോക്കാഡിയ, ഇവരുടെ മക്കളായ ആയിഷ, സൈനബ് എന്നിവരാണ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചത്. പ്രാഥമിക വിവരങ്ങൾ പ്രകാരം കഴിഞ്ഞ ദിവസം രാത്രി ഈ കുടുംബം ബന്ധുക്കളെ വീട്ടിലേക്ക് ക്ഷണിക്കുകയും ഒന്നിച്ച് ഭക്ഷണം കഴിക്കുകയും ചെയ്തിരുന്നു. ബിരിയാണി കഴിച്ചതിനു ശേഷം രാത്രി വൈകി ഇവർ തണ്ണിമത്തൻ കഴിച്ചതായും പറയപ്പെടുന്നു. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇവരുടെ ആരോഗ്യനില വഷളാകാൻ തുടങ്ങി. തുടർന്ന് ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചികിത്സയ്ക്കിടെ മരണം സംഭവിക്കുകയുമായിരുന്നു. സംഭവത്തെക്കുറിച്ച് ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ പ്രവീൺ മുണ്ട പറഞ്ഞതിങ്ങനെ: ജെ മാർഗ് പോലീസ് സ്റ്റേഷനിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. കുടുംബത്തിലെ ഭർത്താവും ഭാര്യയും 2 പെൺമക്കളുമാണ് മരിച്ചത്. ഏപ്രിൽ 25 രാത്രി 10:30 ബന്ധുക്കൾ ഭക്ഷണം കഴിഞ്ഞു പോയിരുന്നു. തുടർന്ന് രാത്രി 1 മണിക്കും 1:30 ഇടയിൽ ഈ 4 പേരും തണ്ണിമത്തൻ കഴിച്ചു. പുലർച്ചെ ഒരു 6 മണി ആയപ്പോഴേക്കും ഛർദിയും വയറിളക്കവും അവർക്ക് അനുഭവപ്പെട്ടു. ആരോഗ്യനില അതിവേഗം വഷളായതിനെ തുടർന്ന് ആദ്യം കുടുംബ ഡോക്ടറെ കാണിച്ചെങ്കിലും പിന്നീട് കൂടുതൽ ചികിത്സയ്ക്കായി ഇവരെ ജെ ആശുപത്രിയിലേക്ക് മാറ്റി. ചികിത്സയ്ക്കിടെ ഇളയ മകളായ സൈനബ് രാവിലെ 10:15 മരണപ്പെട്ടു. അമ്മ നസ്രീനും സഹോദരി ആയിഷയും ചികിത്സയോട് പ്രതികരിക്കാതെ പിന്നാലെ മരണത്തിന് കീഴടങ്ങി. രാത്രിയോടെയാണ് പിതാവ് മരിച്ചത്. മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് അയച്ചിരിക്കുകയാണ്. റിപ്പോർട്ട് വന്നാലേ മരണത്തിന്റെ യഥാർത്ഥ കാരണം വ്യക്തമാകൂ എന്നും അദ്ദേഹം പറഞ്ഞു. രാത്രിയിൽ അവരുടെ ആരോഗ്യനില പെട്ടെന്ന് തന്നെ വഷളാവുകയായിരുന്നു. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ലെന്ന് പ്രദേശവാസിയായ ഡോക്ടർ സെയ്ദ് ഖുറേഷി പറഞ്ഞു. പോലീസ് അസ്വാഭാവിക മരണത്തിനാണ് നിലവിൽ കേസെടുത്തിരിക്കുന്നത്. മരണത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്താനായി ഭക്ഷണ സാധനങ്ങളുടെ സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. കൂടുതൽ അന്വേഷണം നടന്നു വരികയാണെന്നാണ് പോലീസ് വിശദീകരണം. ഭക്ഷ്യവിഷബാധയുണ്ടെന്ന് സംശയിക്കുന്നുണ്ടെങ്കിലും മറ്റ് സാധ്യതകളും അധികൃതർ തള്ളിക്കളയുന്നില്ല. അന്വേഷണത്തിനായി ഫോറൻസിക് ഭക്ഷ്യവകുപ്പുകളെയും ഏകോപിപ്പിച്ചിട്ടുണ്ട്. കഴിച്ച തണ്ണിമത്തനിൽ നിന്ന് പുറത്തുനിന്നുള്ള വിഷാംശങ്ങളോ മായമോ കലർന്നിട്ടുണ്ടോ എന്ന് FDA വകുപ്പും പരിശോധിക്കുന്നുണ്ട്. ജെ ആശുപത്രിയിലെ മൈക്രോബയോളജി വിഭാഗം അണുബാധയുടെയോ ബാക്ടീരിയയുടെയോ സാന്നിധ്യവും പരിശോധിച്ചു വരികയാണ്. ഫോറൻസിക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ ലഭിച്ചാൽ മാത്രമേ മരണത്തിലെ യഥാർത്ഥ കാരണം ഔദ്യോഗികമായി സ്ഥിരീകരിക്കാൻ സാധിക്കൂ എന്ന് പോലീസ് വിശദീകരിക്കുന്നു. അതേസമയം സംഭവത്തിൽ സഹായത്തിനായി ഓടിയെത്തിയ അതേ കെട്ടിടത്തിൽ താമസിക്കുന്ന ഒരു ഡോക്ടർ വീട്ടിലെ ദാരുണമായ സാഹചര്യം വിവരിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഈ സംഭവം നടന്നത് 2ാം നിലയിലാണ്. ഞാൻ 4ാം നിലയിലാണ് താമസിക്കുന്നത്. ഞാനെത്തിയപ്പോൾ 2 മക്കളും അവരുടെ ഭർത്താവും ഉൾപ്പെടെ 4 പേർ അവിടെയുണ്ടായിരുന്നു. അവരെല്ലാം അബോധാവസ്ഥയ്ക്ക് സമാനമായ മയക്കത്തിലായിരുന്നു. മക്കളിൽ ഒരാൾ ശ്വാസം കിട്ടാതെ പിടഞ്ഞു. കിതച്ചുകൊണ്ടിരുന്ന അവൾക്ക് പൾസ് ഉണ്ടായിരുന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു ഡോക്ടർ എന്ന നിലയിൽ സാഹചര്യം മനസ്സിലാക്കിയ ഞാൻ അവൾക്ക് CPR നൽകി. പക്ഷേ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നില്ല. ഉടൻ തന്നെ അവളെ അടുത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും അവിടെ എത്തുമ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. അതേസമയം തണ്ണിമത്തൻ ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണമായേക്കാമെന്ന് ചില ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. സാഹചര്യങ്ങൾക്കനുസരിച്ച് ഗുരുതരമായ അവസ്ഥകളിൽ ഇത് ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് മരണത്തിലേക്കും വരെ നയിക്കാമെന്നും അവർ പറയുന്നു. തണ്ണിമത്തനിലെ ഉയർന്ന ജലാംശവും പഞ്ചസാരയുടെ അളവും ബാക്ടീരിയകൾക്ക് പെട്ടെന്ന് വളരാൻ അനുയോജ്യമായ സാഹചര്യമൊരുക്കും. തണ്ണിമത്തൻ്റെ മധുരവും നിറവും വർദ്ധിപ്പിക്കുന്നതിനായി കെമിക്കലുകൾ പലപ്പോഴും കുത്തിവെക്കാറുണ്ട്. ഇത്തരം വസ്തുക്കൾ തണ്ണിമത്തനിൽ കുത്തിവെക്കുന്നത് ബാക്ടീരിയകളുടെ വളർച്ച വീണ്ടും വർദ്ധിപ്പിക്കാൻ കാരണമാകുമെന്നും വിദഗ്ധർ പറയുന്നു. മറ്റൊരു സമാന സംഭവത്തിൽ ജാർഖണ്ഡിലെ ഗിരിദി ജില്ലയിലെ വഴിയോര കച്ചവടക്കാരിൽ നിന്ന് ഗോൾഗപ്പയും ചാട്ടും കഴിച്ച 8 വയസ്സുകാരൻ മരിക്കുകയും 18 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്ത സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ബച്ദോ ഗ്രാമത്തിലാണ് സംഭവം നടന്നത്. ഭക്ഷ്യശുചിത്വത്തിലും സുരക്ഷയിലും ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു.